പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ വലിയ കാരുണ്യത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. കണ്ണുകളടച്ച് പരിപൂർണമായിട്ട് നിശബ്ദതയിൽ പ്രാർത്ഥിക്കുക. ഈശോയെ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കാൽവരി മലയുടെ നെറുകയിൽ അവിടുന്ന് അർപ്പിച്ച പരിശുദ്ധമായ ബലി മോറിയ മലയുടെ മുകളിൽ ഇറങ്ങി വന്നതേ ദൈവത്തിൻ്റെ സാന്നിധ്യം കാൽവരി മലയുടെ നെറുകയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവം ഈശോ കാൽവരിയിൽ ബലിയർപ്പിക്കുമ്പോൾ ആ ബലിപീഠത്തോട് ചേർന്ന് പിതാവായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, പുത്രനായ യേശു, ഈശോയെ, ആ വലിയ സ്നേഹമാ പരിശുദ്ധയമ്മ ബലിപീഠത്തോട് ചേർന്ന് നിന്ന് അനുഭവിച്ച ആ വലിയ ദൈവിക കൃപ നിറഞ്ഞവളെ, സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ശത്രുക്കളോട്, തൻ്റെ മകനെ ഉപദ്രവിക്കുന്നവരോട്, കുരിശിൽ തറച്ചവരോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തിയ പരിശുദ്ധ അമ്മയുടെ സ്നേഹം, ആ ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ഈശോ പറഞ്ഞു. കാൽവരിയിൽ അർപ്പിച്ച പരിശുദ്ധമായ ബലി നാം അനുസ്മരിക്കുകയാണ്. ഓരോ പരിശുദ്ധ കുർബാനയിലും യേശുവിനോടുള്ള വലിയ സ്നേഹം നാം പ്രകടമാക്കുന്ന നിമിഷമാണ് ഓരോ കുർബാനയുടെ നിമിഷവും. രക്ഷാകര പദ്ധതിയിലൂടെ ദൈവം നേടിത്തന്ന ആ രക്ഷ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ അനുഭവിക്കുന്ന നിമിഷമാണ് ഓരോ പരിശുദ്ധ കുർബാനയുടെ നിമിഷവും. ഈശോയെ, കാൽവരി മലയുടെ നെറുകയിൽ അർപ്പിച്ച ബലി, ആ ശക്തി ലോകം മുഴുവനിലും വ്യാപിച്ചിരിക്കുക. ഓരോ ബലിപീഠത്തിലൂടെയും ദൈവത്തിൻ്റെ കാരുണ്യം പെരുമഴ പോലെ മനുഷ്യമക്കളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവർ ദൈവപുത്രനായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഈശോയെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും എല്ലാ പാപികളുടെ മേലും ഈശോയെ അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പാപികളും അയോഗ്യരുമായിരിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ഈശോ കാണിച്ച അനന്തമായ കാരുണ്യം, ഈശോയെ, ഞങ്ങൾ യോഗ്യരല്ല, അവിടുത്തെ കാരുണ്യമാണ് ഈ ബലിപീഠത്തോട് ഞങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മേ, സ്വന്തം അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ നൽകിക്കൊണ്ട് പുത്രനായ യേശു കാൽവരി മലയുടെ നെറുകയിൽ കുരിശിൽ കടന്നുകൊണ്ട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട്, തന്നെ പീഡിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് ഈശോ പറയുകയാ, ഇതാ നിന്റെ അമ്മ. തള്ളിപ്പറഞ്ഞവനെ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞതാ, ഇതാ നിന്റെ അമ്മ. ഈശോയുടെ അമ്മയെ നമുക്ക് ഓരോരുത്തർക്കും അമ്മയായിട്ട് നൽകിക്കൊണ്ട് കാൽവരിയിൽ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഈശോ വെളിപ്പെടുത്തി. തൻ്റെ അരുമസുതനെ പിതാവായ ദൈവം നമുക്ക് നൽകിയതുപോലെ പുത്രനായ യേശു തൻ്റെ അമ്മയെ നമുക്ക് അമ്മയായിട്ട്, സ്വന്തം അമ്മയായിട്ട് അവിടെ നൽകിയിരിക്കുക. ഈശോയെ, ആ വലിയ കാരുണ്യം ഓരോ പരിശുദ്ധ കുർബാനയിലും ഞങ്ങൾ അനുഭവിക്കുക. നമുക്കൊന്നു ചേർന്ന് നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഇന്ന് നാം ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാരുണ്യം ലോകം മുഴുവനുള്ള എല്ലാ മക്കളും അനുഭവിക്കുവാൻ അവിടുന്ന് കൃപ ചൊരിയണമേ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഈശോയെ കരുണ കാണിക്കണേ. കരം കൂപ്പി പിടിച്ച് ഭയഭക്തിയോടെ കാൽവരി മലയുടെ നെറുകയിൽ ക്രൂശിതനായ യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ അഭിഷേകം, ശക്തി നമ്മുടെ ശരീരങ്ങളിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക്, ലോകം മുഴുവനിലേക്ക് വ്യാപരിച്ച് എല്ലാ പാപബന്ധനങ്ങളും തകർക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ മക്കളും കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു.
ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. സ്വരമുയർത്തി ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ.
പരിശുദ്ധനായ ദൈവമേ, കരമുയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിപൂർണമായിട്ട് നമ്മുടെ ജീവിതങ്ങളെല്ലാം സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ ജീവിത സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന വഴികളെല്ലാം സമർപ്പിക്കാം. സ്കൂളുകളെ, അവരുടെ വിദ്യാഭ്യാസ മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എവിടെയെങ്കിലുമൊക്കെ കെണി ഒരുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദുഷ്ടൻ്റെ കെണികൾ എല്ലാം തകർക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ബുദ്ധി, ഓർമ്മശക്തി ഇവയെല്ലാം നമുക്ക് നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈശോയെ ഏറ്റെടുക്കണേ, വലിയ കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഓരോ കുഞ്ഞുങ്ങളിലും ദൈവിക കൃപ നിറയപ്പെടുമ്പോൾ കർത്താവ് കൂടെയാ. കണ്ണുനീരോടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ നിമിഷങ്ങളെല്ലാം നമുക്ക് നിമിഷം ഓർക്കാം. മദ്യത്തിലോ പുകവലിയിലോ ജഡികമായ ആസക്തികളിലോ ആയിരുന്നോ നിമിഷങ്ങൾ? ഈശോയെ കരുണ കാണിക്കണേ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയില്ലാത്ത നിമിഷങ്ങളിലൂടെയാണോ, പള്ളിയിൽ പോകാത്ത കാലഘട്ടത്തിലാണോ കുഞ്ഞുങ്ങൾ ജനിച്ച് ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണോ കുഞ്ഞുങ്ങൾ ജനിച്ച്? ഈശോയെ ഇപ്പോൾ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വലിയ അഭിഷേകം, വലിയ ശക്തി കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ ആയിരിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ വിദേശങ്ങളിലൊക്കെ പഠിക്കുന്നുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ജോലിക്ക് വേണ്ടിയൊക്കെ വിദേശങ്ങളിലേക്കൊക്കെ കടന്നുപോയ മക്കളുണ്ട്. അവരെയൊക്കെ നമുക്ക് നിമിഷം ഓർക്കാം. ഈശോയെ ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെ കടന്നുപോയി പാപത്തിൻ്റെ വഴികളിലെങ്ങും ചെന്നെത്തപ്പെടാതെ കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെക്കാം കുഞ്ഞുങ്ങളെ. കാൽവരിയിൽ അർപ്പിച്ച പരിശുദ്ധമായ ബലി, ആ ബലിയോട് ചേർത്ത് നിർത്താം കുഞ്ഞുങ്ങളെ. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കുവാൻ ഓരോ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. ഈശോ എത്ര വലിയ സ്നേഹമാ അവിടുന്ന് കാൽവരിയിൽ വെളിപ്പെടുത്തിയേ. ദൈവത്തിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് കൊടുക്കുക. സ്വന്തം മകൻ പറയുകയാണ്, ഓരോ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഓരോ മക്കളും നിന്റെ മകനാ, നിന്റെ മകളാ. എന്നെ സ്നേഹിച്ചതുപോലെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ
സഹനത്തിൻ്റെ മധ്യത്തിലൂടെ കാൽവരിയിലേക്ക് കടന്നുപോയി കുരിശുമരത്തിൽ തറയ്ക്കപ്പെടുന്ന നിമിഷങ്ങളിൽ പോലും അമ്മ പ്രാർത്ഥിച്ചതുപോലെ സഹനത്തിൻ്റെ അഗ്നിയിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മേ, എൻ്റെ അമ്മേ, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ സ്വന്തം മകനായിട്ട് മകളായിട്ട് കണ്ടുകൊണ്ട് ഇവർക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം. കുരിശിൽ കിടന്നുകൊണ്ട് ഒന്ന് മാത്രം അമ്മയോട് ഈശോ പറഞ്ഞ്, ഇതാണ് ഇനി മുതൽ നിന്റെ മകൻ, നിന്റെ മകള്. ഓരോ പരിശുദ്ധ കുർബാനയിലും ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്ന, എൻ്റെ ശരീരത്തോട് രക്തത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ ദൈവവേദിലും നിന്റെ മകനാ, നിന്റെ മകളാ. ഈശോയെ, സഹീയോൻ ഊട്ടുശാലയിൽ അമ്മ ശിഷ്യന്മാരെ പഠിപ്പിച്ചതാ ബലിയർപ്പണത്തിലൂടെ ഒഴുകി വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും കടന്നു വരുന്ന ദൈവത്തിൻ്റെ മഹത്വം അമ്മ വെളിപ്പെടുത്തി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുകയാ. പെന്തക്കോസ്താ ദിനം ആഗതമാകുന്നതുവരെ ശിഷ്യന്മാരെ മുഴുവനും ഏകദേശം 120ഓളം പേരെ അമ്മ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുക. ഈ 12 പേരിലും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുവാൻ, പൗരോഹിത്യ രാജകീയ അഭിഷേകത്താൽ ഈ 12 അപ്പസ്തോലന്മാരും നിറയപ്പെടുവാൻ അമ്മ പ്രാർത്ഥിച്ചു കാത്തിരിക്കുക. പെന്തക്കോസ്താ ദിനം ആഗതമായപ്പോൾ കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെയാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആകാശം പിളർന്ന് ഭൂമിയിലേക്ക് വ്യാപരിച്ച് അവർ സമ്മേളിച്ചിരുന്ന മാളിക മുറി മുഴുവൻ നിറഞ്ഞു നിന്ന് ദൈവത്തിൻ്റെ മഹത്വം ഇതാ ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈശോയെ, ആ വലിയ കാരുണ്യത്തിൽ ശിഷ്യന്മാരെ പങ്കുചേർത്തതുപോലെ അവിടുത്തെ ശിഷ്യന്മാരായ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടി അപ്പസ്തോലിക ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുന്ന ഈ വലിയ നിമിഷത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. മക്കൾ പ്രാർത്ഥിച്ച് അതേ ശക്തി ശിഷ്യനാക്കി മാറ്റുന്ന സ്നേഹം, യേശു സാന്നിധ്യമാക്കി മാറ്റുന്ന ആ വലിയ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വന്നു കഴിഞ്ഞിരിക്കുക. മാമോദീസ എന്ന കുദാശയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു നിറഞ്ഞു. ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ഓരോ കുദാശകളിലൂടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ വെളിപ്പെടുകയാണ്. കരങ്ങൾ ഉയർത്തി പരിപൂർണമായിട്ടും എല്ലാ കുഞ്ഞുമക്കളും സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി കണ്ണുകളൊന്ന് അടച്ചു പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഹീയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ച 12 അപ്പസ്തോലന്മാരോടും 120ഓളം പേരോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിക്കുക. അതേ ശക്തി സ്വർഗത്തിൽ നിന്ന് ഞങ്ങളിലേക്ക്, ഈ ആലയത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിച്ചുകൊണ്ട് ആത്മീയ അഭിഷേകത്താൽ സാത്താനെ തകർക്കുന്ന ദൈവിക ശക്തിയാൽ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും. അവൻ നിന്റെ തല തകർക്കും. കർത്താവിൻ്റെ പിതാവിൻ്റെ വചനം ഇന്ന് ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുക. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സാത്താന്റെ തലയെ തകർക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാണ് ഓരോ കുദാശകളിലൂടെയും നമ്മുടെ ശരീരങ്ങളിലേക്ക് ആവസിക്കപ്പെടുന്നത്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് വ്യാപരിച്ച് അപ്പസ്തോലിക ശക്തിയാൽ സാത്താന്റെ തലയെ തകർക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ ഈ ആലയം മുഴുവനിലേക്ക് നിറഞ്ഞ് ഓരോ മക്കളിലേക്ക് നിറഞ്ഞ് എല്ലാ മക്കളും കർത്താവിൻ്റെ സാന്നിധ്യമായി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹീയോൻ ഊട്ടുശാലയിൽ സംഭവിച്ച അതേ ശക്തി തന്നെ ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളുടെ ശരീരം, മനസ്സാത്മാവ്, ജീവനിലേക്ക് വ്യാപരിച്ച് സകല അന്ധകാര ശക്തികളും ഇപ്പോൾ വിട്ടുമാറി ദൈവത്തിന്റെ മഹത്വം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലും ജീവിത പങ്കാളിയിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? എല്ലാവരും ചേർന്ന് സ്വരമുയർത്തി അഭിഷേകത്തോടെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ആത്മീയ ശക്തി സ്വർഗീയ ഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. യോഹന്നാൻ കേട്ടു സ്വർഗത്തില് ഒരു ജനക്കൂട്ടത്തിൻ്റെതുപോലുള്ള ഒരു വലിയ ആരവം. ഹല്ലേലൂയ.
പെരുവെള്ളത്തിൻ്റെതുപോലുള്ള ഒരു ശബ്ദം യോഹന്നാൻ ശ്ലീഹ സ്വർഗത്തിൽ കേട്ടു. ഹല്ലേലൂയ. ഇടിമുഴക്കത്തിൻ്റെതുപോലുള്ള ഒരു വലിയ ആരവം സ്വർഗത്തിൽ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. വ്യാപരിക്കട്ടെ, സ്വർഗീയ അഭിഷേകം വ്യാപരിക്കട്ടെ, സ്വർഗീയ ജെറുസലേമിലെ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. മാലാഖമാരും വിശുദ്ധരും രക്തസാക്ഷികളും ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തി വരെ സാക്ഷ്യം വഹിക്കുവാൻ, യേശു ശിഷ്യനായി തീരുവാൻ ശക്തി തരണമേ എന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നൊന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? ഓ പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക, വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ചേർന്ന് പാടാം. ഓ പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക, വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മയിൽ ദൈവകൃപ നിറഞ്ഞതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലും തലമുറകളിലേക്ക് ദൈവത്തിന്റെ കാരുണ്യം വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. തലമുറകൾ തോറും ദൈവം കരുണ കാണിക്കും. അമ്മയുടെ സ്തോത്രഗീതം നമ്മെ പഠിപ്പിക്കുക. തലമുറകളിലേക്ക് ദിവ്യകാരുണ്യ ശക്തി വ്യാപരിക്കുമെന്ന് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോൾ മുതൽ സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തലമുറകൾ തോറും നിന്നെ ഭാഗ്യവതിയെന്ന് ഭാഗ്യവാനെന്ന് പ്രകീർത്തിക്കുന്ന സ്നേഹത്തിന്റെ അഭിഷേകമാണ് ദിവ്യകാരുണ്യ സ്നേഹമെന്ന് പരിശുദ്ധി അമ്മ സ്തോത്രഗീതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യീശോയെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഒന്ന് വിളിക്കാമോ? ദിവ്യകാരുണ്യീശോയെ ഒന്ന് വിളിക്കാമോ? പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒന്ന് വിളിക്കാമോ? പാടി പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ, മുള്ളുകൾ നിറയും എന്നൊരുഭൂമി, പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേ തീടുക, വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, മുള്ളുകൾ നിറയും എന്നൊരുഭൂമി, പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേ തീടുക, വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക, വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക, വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ആത്മാവേ, നിറയണമേ, നിറയണമേ, നിറയണമേ. ആത്മാവേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നമ്മുടെ ഉള്ളിലേക്ക്, ഉള്ളിന്റെ ഉള്ളിലേക്ക്. ആത്മാവേ, ആത്മാവേ നിറയണേ, ശക്തിപ്പെടുത്തണേ, ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തി നിറയട്ടെ, ദൈവ സാന്നിധ്യം നിറയട്ടെ, ഓരോ മക്കളിൽ നിറയട്ടെ, ഓരോ കുടുംബങ്ങളിൽ നിറയട്ടെ, കുഞ്ഞുങ്ങളിലേക്ക് നിറയട്ടെ. എല്ലാ അശുദ്ധിയും നീങ്ങിപ്പോട്ടെ, വിശുദ്ധി നിറയട്ടെ. ശരീര മനസ്സാത്മാവിലേക്ക് വിശുദ്ധി നിറയട്ടെ. അശുദ്ധമായതെല്ലാം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ ശരീരമായി, യേശുവിന്റെ രക്തമായി നമ്മുടെ ഓരോരുത്തരുടെയും രക്തം, ശരീരം രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മക്കൾ പ്രാർത്ഥിച്ച്, ഈശോയെ കഴുകണമേ, ഈശോയെ പരിശുദ്ധമായ രക്തത്താൽ കഴുകണേ ഈശോയെ. മക്കൾ പ്രാർത്ഥിച്ച്, കാൽവരിയിൽ അർപ്പിച്ച പരിശുദ്ധമായ ബലിയുടെ യോഗ്യതയാലാണ് നാം ഇവിടെ നിൽക്കുന്നത്. ഒന്ന് പ്രാർത്ഥിച്ച്,
എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, തിരിച്ചോര കൊണ്ട് എന്നെ കഴുകണേ. പാപത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ശരീരത്തെ, പാപചിന്താഗതികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ മനോഭാവങ്ങളെ, മനസ്സിനെ എല്ലാം കഴുകണേ ഈശോയെ. കുഞ്ഞുങ്ങളെല്ലാം ഓർത്തൊന്ന് പ്രാർത്ഥിച്ചേ. ഒത്തിരിയേറെ വൈകല്യങ്ങളുണ്ടെന്നേ, ഒത്തിരിയേറെയൊക്കെ കുഴപ്പങ്ങളുണ്ട്, ഒത്തിരിയേറെ അശുദ്ധിയുണ്ട്. മക്കൾ പ്രാർത്ഥിച്ചേ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചേ. കഴുകണ ഈശോയെ. മ്ലേച്ഛമായ ചില പ്രവൃത്തികൾ കുഞ്ഞുങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട്. ജഡികമായ ആസക്തിയിലാണോ കുഞ്ഞിന് ജന്മം നൽകിയതെങ്കിൽ ഈ വൈകല്യം കുഞ്ഞിൽ പ്രകടമാകാൻ സാധ്യതയുണ്ട്. മക്കൾ പ്രാർത്ഥിച്ചേ. ഇന്നൊരമ്മച്ചി പറഞ്ഞതാ, അശുദ്ധമായ മ്ലേച്ഛമായ പ്രവൃത്തികൾ ചെയ്യുന്നത് ബ്രദറെ കണ്ട് കണ്ണുനീരൊഴുക്കിക്കേ. പാപത്തിൻ്റെ എല്ലാ മേഖലകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവിക ശരീരത്തിൽ ജീവിക്കുവാനുള്ള ആ വലിയ കൃപ ഈശോയെ തരണേന്ന് പ്രാർത്ഥിച്ചേ. അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ രക്തത്തിൽ ജീവിച്ചുകൊണ്ട്, പരിശുദ്ധ കുർബാനയിൽ ജീവിച്ചുകൊണ്ട് ഈ ലോക ജീവിതം പൂർത്തീകരിക്കുവാൻ ശക്തി തരണേയെന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കുക. ശരീരമായിട്ട് രക്തമായിട്ട് അലിഞ്ഞു ചേരുകയാണ് ദൈവസ്നേഹം ഓരോ കുർബാനയിലൂടെയും നമ്മുടെ ജീവിതങ്ങളിലേക്ക്. അതുകൊണ്ട് ഈശോ പറഞ്ഞേ, സഹിയോൻ ഊട്ടുശാലയിൽ സ്ഥാപിച്ച പരിശുദ്ധ കുർബാന നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. യേശുവിനെ അനുദിനം ഓർക്കുന്ന, ഓരോ നിമിഷങ്ങളിലും ഓർക്കുന്ന വ്യക്തികൾ ദേവാലയങ്ങളിൽ തീഷ്ണതയോടെ ഒരുമിച്ചുകൂടി കർത്താവിൻ്റെ സ്നേഹത്തിൽ പങ്കുചേരുകയാ. പ്രാർത്ഥിച്ചേ. ഈശോയെ, ഒത്തിരിയേറെ തകർച്ചകളുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിപ്പെടുമെന്ന് ചിന്തിച്ചിട്ട് ആരും ഒരു നിലയിൽ എത്തിപ്പെടുന്നില്ല. അവിടെയൊന്നും ദൈവാനുഗ്രഹം കാണുന്നില്ല. തമ്പുരാനെ, നിന്റെ സ്നേഹം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പ്രകടമാക്കണേ. ഉള്ളിലുള്ള എല്ലാ ആസക്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണേ. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ അമ്മ കുർബാനയായിട്ട് മാറുകയാണ്. അമ്മ യേശുവിനെ സ്വന്തമാക്കുകയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവിക സ്വഭാവം അമ്മയിൽ പ്രകടമാകുകയാണ്. പരിപൂർണമായിട്ട് ദൈവത്തിൻ്റെ സ്വഭാവം അമ്മയിൽ പ്രകടമായത് കുഞ്ഞുനാൾ മുതൽ അമ്മയെ ദേവാലയത്തിൽ മാതാപിതാക്കൾ കൊണ്ടേയാക്കി. കുഞ്ഞായിരിക്കുന്ന സമയങ്ങളിൽ തന്നെ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് അമ്മ ദൈവത്തിൻ്റെ വചനത്തെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചപ്പോൾ അമ്മയിൽ ദൈവകൃപ വളരാൻ തുടങ്ങി. ദൈവകൃപ നിറഞ്ഞപ്പോൾ സ്വർഗം താണിറങ്ങി വന്ന് അമ്മയോട് പറയുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നമ്മോടുകൂടെ. നിന്നോടുകൂടെ കർത്താവ്. പ്രിയ ദൈവജനമേ, മാമോദീസ എന്ന കുദാശയിലൂടെ യേശുവുമായി നാം ഐക്യപ്പെടുകയാണ്. ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു നിറയപ്പെടുകയാണ്. കുദാശകളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുകയാണ്. ദൈവിക സ്വഭാവം ഓരോ കുദാശകളിലൂടെയും നമ്മളിൽ പ്രകടമാകുകയാണ്. പ്രാർത്ഥിച്ചേ. കുദാശകളോടുള്ള താല്പര്യക്കുറവ്, കുദാശയിൽ ഉള്ള ജീവിതമല്ല പലപ്പോഴും നയിച്ചുകൊണ്ടിരുന്നത്. ആ മേഖലയിലേക്കെല്ലാം കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ രക്തം ഒഴുകിയിറങ്ങുകയാണ്. വചനത്തോട് ഒട്ടും താല്പര്യമില്ല. നീ എന്തിനാ പ്രാർത്ഥിക്കാൻ പോണേ? നീ എന്തിനാ പള്ളിയിലോട്ട് പോയിട്ട്? എന്താ പ്രയോജനം? നീ ഇത്ര നാളും പോയില്ലേ, എന്ത് കിട്ടും? പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈശോയെ, ആ തെറ്റായ
ചിന്താഗതികളിലേക്ക് കർത്താവിൻ്റെ അഭിഷേകം ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അമൂല്യമായ തിരുരക്തം ഒഴുകിയിറങ്ങുകയാണ്. ജഡിക പാപ ചിന്താഗതികളിലേക്കെല്ലാം യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം ഒഴുകിയിറങ്ങുകയാണ്. ഓരോ മക്കളും പ്രാർത്ഥിച്ച് വിലാപ്പുറത്തുനിന്ന് ഒഴുകിയിറങ്ങിയ അവസാനത്തെ തുള്ളി രക്തമാണ്. എനിക്ക് വേണ്ടി ജീവൻ നൽകുന്ന തമ്പുരാന്റെ സ്നേഹം ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഒത്തിരി മക്കള് കുഞ്ഞുങ്ങളെയായിട്ട് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ ഒരു അവധി ദിവസം? എന്തിനാ വെള്ളിയാഴ്ച ഇങ്ങനെ അവധി തമ്പുരാൻ തന്നിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ ദൈവം തന്നിരിക്കുന്നത്? എന്തിനു വേണ്ടിയാ? കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കിട്ടി കുഞ്ഞുങ്ങളെയായിട്ട് വന്ന് ഈ അഭിഷേകം നമ്മുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും തലമുറകളിലേക്ക് വ്യാപരിക്കപ്പെടാൻ വേണ്ടിയിട്ട് അത് പ്രയോജനപ്പെടുത്തുക. കുഞ്ഞുങ്ങളാണല്ലോ, ഉദരത്തിലുള്ള ഒരു സഹോദരി കഴിഞ്ഞ ദിവസം 2-3 കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന വെച്ച സമയത്ത് 2-3 കുഞ്ഞുങ്ങളുണ്ട്, ആൺകുട്ടികളായിട്ട് വന്നു. ഓരോ വയസ്സ് പ്രായ വ്യത്യാസമുള്ളൂ. ഉദരത്തിലൊരു കുഞ്ഞുണ്ട്. ഈ ഉദരത്തിലുള്ള കുഞ്ഞിനെയും വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകമായിട്ട് തീരുവാൻ അമ്മ ആഗ്രഹിക്കുക. ഒരു സഹോദരൻ വിശ്വാസത്തോടെ മകൻ്റെ ബ്രെയിനിനുള്ളിൽ, കുഞ്ഞുകൊച്ച ബ്രെയിനിനുള്ളിൽ ക്യാൻസർ ട്യൂമർ ബാധിച്ചിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് മുഴുവൻ എടുത്തു കളയാൻ പറ്റിയില്ല. സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മാതാപിതാക്കൾ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറായപ്പോൾ പ്രിയപ്പെട്ടവരെ, കുഞ്ഞിലേക്ക് സൗഖ്യം കടന്നു, വെന്റിലേറ്ററിൽ കടന്ന കുഞ്ഞാ ഇന്നിപ്പോൾ എഴുന്നേറ്റ് ഇരിക്കാൻ തുടങ്ങി. ഓരോ ആഴ്ചകളിലും കൊച്ചിൻ്റെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കുന്നു എന്ന് അപ്പൻ ഇന്ന് വണ്ടിയിൽ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് വിളിച്ചു പറയുക. അത്ഭുതകരമായ മാറ്റം ഓരോ ആഴ്ചകളിലും സംഭവിക്കുക. പ്രിയപ്പെട്ടവർ, ഓരോ ആഴ്ചകളിലും മാതാപിതാക്കൾ കാലിയായ കൽഭരണികളിൽ ജലം നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവാകുന്ന ജലം നിറയപ്പെടുവാൻ ഈ കൽഭരണികൾ ഈ ആലയത്തിൽ കൊണ്ടുവെക്കുമ്പോൾ ഓരോ ആഴ്ചകളിലും ജലം നിറയപ്പെടുകയാണ്. ആത്മാവിൻ്റെ വലിയ അഭിഷേകം നിറയപ്പെടുകയാണ്. ഓരോ ആഴ്ചകളിലും നിറയപ്പെടുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക. അതുകൊണ്ട് തുടർച്ചയായിട്ട് വരാൻ പറയും. അക്രീസുവരായിട്ടുള്ള മക്കള് തുടർച്ചയായിട്ട് ദേവാലയത്തിലേക്ക് കുഞ്ഞുങ്ങളായിട്ട് വരുന്നുണ്ട്. ഇന്ന് കേൾവിയില്ലാത്ത ഒരു കുഞ്ഞിനെ, കൊച്ചുകുട്ടിയാണ്, കേൾവിയില്ല, 2 കാതിലും കേൾവിയില്ല, വന്ന് പ്രാർത്ഥിക്കുക. യേശു നേരിട്ട് സൗഖ്യപ്പെടുത്താം. ഡോക്ടറിലൂടെ ഈ രോഗത്തിൻ്റെ അവസ്ഥ കണ്ട് സൗഖ്യം കൊടുക്കാം. 2 തരത്തിലുള്ള സൗഖ്യമുണ്ട്. ഡോക്ടറിലൂടെ വൈദ്യനെ അനുസരിക്കുക, വൈദ്യനിലൂടെയും കർത്താവിൻ്റെ ശക്തി കടന്നു വന്ന് സൗഖ്യം പ്രാപിക്കാം. ഡയറക്റ്റായിട്ട് ദൈവത്തിന് സുഖപ്പെടുത്താം. 2 മേഖലയിൽ സൗഖ്യം സംഭവിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം പറയുന്നുണ്ട്, വൈദ്യനെ അനുസരിക്കുക. വൈദ്യനിലൂടെയും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഡയറക്റ്റായിട്ട് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് അവിടെ സൗഖ്യം കൊടുക്കുന്നത്. എങ്ങനെയാണ് സൗഖ്യം സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. ആരാധന കൂടി വരുമ്പോഴായിരിക്കും ഡോക്ടർക്ക് അതിന് ഫലപ്രദമായ മരുന്ന് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഞങ്ങൾ വിശുദ്ധനാട്ടിൽ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ സോറിയാസിസ് ഉണ്ടായിരുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ഒരു വചനപ്രഘോഷകനാണ്, ചങ്ങനാശ്ശേരി അതിരൂപതയിലെ. പ്രിയപ്പെട്ടവർ, അങ്ങനെ അദ്ദേഹവും ഞങ്ങളുടെ കൂടെ വന്നു. ശരീരം മുഴുവൻ സോറിയാസിസാണ്. ഇദ്ദേഹം ഓരോ സ്ഥലത്തും വരുമ്പോഴും ഞങ്ങളൊരു സൗഖ്യം കിട്ടും, ചേട്ടനെ കർത്താവ് സുഖപ്പെടുത്തും, പരിപൂർണമായിട്ടും ഈ രോഗത്തിൽ നിന്ന് തമ്പുരാൻ മോചിപ്പിക്കും. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഹോട്ടലിലൊക്കെ താമസിക്കുന്ന സമയത്തൊക്കെ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അതിപ്പോഴൊക്കെ സോറിയാസിസ് ഉണ്ട്. നാട്ടിലെത്തി ഒരു ഡോക്ടറെ കാണാനായിട്ട് തോന്നി. ആ ഡോക്ടറുടെ അടുത്ത് ചെന്നൊരു മരുന്ന് വാങ്ങിച്ച് അദ്ദേഹം കഴിച്ച് ഉടൻ തന്നെ ഒരു 2-3 ആഴ്ച കൊണ്ട് ശരീരത്തിൽ നിന്ന് ഈ സോറിയാസിസ് രോഗം പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു. അത്രയും കാലഘട്ടം, ഒരു 10-15 വർഷമായിട്ട് ഈ രോഗത്താൽ പീഡിപ്പിക്കപ്പെട്ട സഹോദരനാണ്.
വിശുദ്ധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് തിരികെ മടങ്ങി വന്നപ്പോൾ കർത്താവ് വഴിയൊരുക്കി കൊടുക്കുക, സൗഖ്യത്തിൻ്റെ വഴി ഒരുക്കി കൊടുത്ത് അദ്ദേഹത്തെ സുഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം പിതാവിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അരമനയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ കാണാൻ വെളുത്ത് നല്ല മിടുക്കനായി, കറുത്തിരുന്ന ചേട്ടൻ വെളുത്തു. വിശുദ്ധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ തമ്പുരാൻ വഴിയൊരുക്കി കൊടുത്തു. കാരുണ്യം ശരീരത്തിൽ ഡോക്ടറിലൂടെ വെളിപ്പെടുകയോ മരുന്നിലൂടെ വെളിപ്പെടുകയോ ഏത് തരത്തിലും സൗഖ്യം സംഭവിക്കാം. ഉദര സംബന്ധമായിട്ട് രോഗം വന്ന ഒരു സഹോദരൻ, ഞാൻ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്, അതുകൊണ്ട് ഇന്ന ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു. ലേക്ക് ഷോറും അതുപോലെയുള്ള മറ്റു ഹോസ്പിറ്റലുകൾ അമൃതായൊക്കെ ഉപേക്ഷിച്ച് വിട്ടതാണ്. വീട്ടിൽ വന്നിങ്ങനെ കിടക്കുക, ആപ്പഴ ക്ഷീണിച്ച് എല്ല് മാത്രമായി, സുഖപ്പെടുമെന്ന് സംശയമാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. ഈ സഹോദരി വന്ന് ആദ്യം കൂടി, അത് കഴിഞ്ഞ് ഈ ഭർത്താവിനെയായിട്ട് വന്നു. ഇന്ന ഡോക്ടറെ കാണിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഇവിടെ ഒരു മരുന്നും പ്രാർത്ഥനയുടെ കടന്നു വന്നപ്പോൾ ഈ രോഗത്തിൽ നിന്ന് പരിപൂർണമായിട്ട് സൗഖ്യം സംഭവിച്ചു. കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ കാരുണ്യത്തിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? യേശുവേ നന്ദി. കാരണം മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? എൻ്റെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ചേർന്നിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ദേവാലയത്തിൽ കടന്നു വരും. എൻ്റെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ചേർന്ന് നിന്നാലേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കത്തുള്ളൂ. എൻ്റെ ആത്മാവിനോട് കോപത്തിൻ്റെ, ഭിന്നതയുടെ, വിഭാഗീയ ചിന്തയുടെ, വിദ്വേഷത്തിൻ്റെ, മദ്യപാനത്തിൻ്റെ, ജഡികാസക്തിയുടെ ആത്മാവാണ് എന്നോട് ചേർന്നിരിക്കുന്നതെങ്കിൽ ഒരിക്കലും എന്നിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകത്തില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കത്തില്ല. അമ്മ പറഞ്ഞതാ, എൻ്റെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ചേർന്ന് നിന്നപ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചതെന്ന് അമ്മയുടെ സ്തോത്രഗീതം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ ആദ്യത്തെ അത്ഭുതം ഈശോ പ്രവർത്തിച്ച സ്ത്രീയെ, എനിക്കും നിനക്കും എന്താ? എൻ്റെ സമയം ഇന്നും ആയിട്ടില്ല, രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കുവാൻ സമയമായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അമ്മ പറഞ്ഞത് മകൻ അനുസരിക്കുക. അമ്മ എന്ത് പറഞ്ഞ്? അവൻ പറയുന്നത് കേൾക്കാൻ. നിങ്ങൾ ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യേശു പറയുന്നത് കേൾക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആരാ നിങ്ങളോട് സംസാരിക്കുന്നത്? യേശുവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വചനമാണ് നമ്മളിലൂടെ നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ഈ വചനത്തെ സ്വീകരിക്കുമ്പോഴാണ് ശ്രദ്ധാപൂർവം ദൈവത്തിൻ്റെ വചനത്തെ അപ്പസ്തോലന്മാർ പ്രസംഗിച്ചപ്പോൾ ആ വചനങ്ങളെ ശ്രദ്ധാപൂർവം കേട്ടപ്പോഴാണ് അവിടെ സൗഖ്യം സംഭവിച്ചത്. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നിങ്ങൾ നിരന്തരമായിട്ട് കടന്നു വരാൻ പറയും. തുടർച്ചയായിട്ട് വരണം. എത്ര ആഴ്ച കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും നമുക്കറിയത്തില്ല. തുടർച്ചയായിട്ട് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ 2-2.5-3 വർഷമൊക്കെ എടുക്കും. ബെത്സയിദയിൽ 38 വർഷം എടുത്തു കർത്താവിൻ്റെ മഹത്വത്തോടെ പ്രകടമായത്. 38 വർഷം എടുത്തു. നമുക്ക് പെട്ടെന്ന് കാര്യം സാധിക്കണം. പെട്ടെന്ന് സംഭവിക്കുന്ന സംഭവങ്ങളുണ്ട്. അന്ധന് കാഴ്ച കൊടുത്തത് ഈശോ വഴിയിൽ കുത്തിയിരുന്ന അന്ധൻ ഈശോയെ കണ്ട് അന്നേരം തന്നെ സുഖപ്പെടുത്തി. രക്തസ്രാവക്കാരി ഈശോ അന്വേഷിച്ച് അന്നേരം സൗഖ്യം കിട്ടുക. പ്രിയപ്പെട്ടവർ, എപ്പോഴാണ് സൗഖ്യം സംഭവിക്കും നമുക്കറിയത്തില്ല. ബെത്സയിദയിൽ 38 വർഷത്തോളം പോയി കിടക്കുക. വിശ്വാസിയായ മനുഷ്യന് ഈ വെള്ളവും ഇളകുമ്പോൾ ആരെങ്കിലും തനിയെ ഇറങ്ങോ, ആരെങ്കിലും ഒന്ന് ഇറക്കി കടത്തുകയോ ചെയ്താൽ തീർച്ചയായിട്ടും സൗഖ്യം. ഒരു വിശ്വാസമുണ്ട്, ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള വിശ്വാസം. ദൈവം എന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണെന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകാതെ 38 വർഷം കാത്തു സൂക്ഷിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ പ്രകടമാകുകയാണ്. ഇന്നൊരു സഹോദരി ഇവിടെ വന്നിട്ട് പറഞ്ഞു, വിവാഹം ഉറപ്പിച്ചു ബ്രദറെ, നല്ല ജോലിയുള്ള ചെറുക്കനാ. എന്നെ കണ്ട് ആ നിമിഷം കൊണ്ട് ഞാൻ പറഞ്ഞു, മോളെ തുടർച്ചയായിട്ട് വന്ന് പ്രാർത്ഥന കൂടണം. ഒരു ദിവസം, ഒരാഴ്ച പോലും നീ മുടക്കരുത്. ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന നീ മുടക്കിക്കളയില്ല. യേശുവിൻ്റെ സ്നേഹം ഒരു ദിവസം പോലും നീ മുടക്കരുത്. ഏകദേശം എനിക്കൊരു 6 മാസം പോലും ആയി കാണത്തില്ല വരാൻ തുടങ്ങി, അല്ലെങ്കിൽ 6 മാസമായി കാണും. ഈ 6 മാസത്തിനുള്ളിൽ കർത്താവിൻ്റെ മഹത്വം അവളിൽ പ്രകടമായി. നാളെ മനസ്സമ്മത. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്തിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹാലലുയ്യ, ഹാലലുയ്യ. സ്വതന്ത്രമായിട്ടും സ്തുതിക്കാമോ? ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. മഹത്വം, മഹത്വം, മഹത്വം. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ. എല്ലാ ബന്ധനങ്ങളും നീങ്ങട്ടെ, എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. യേശുവിൻ്റെ മഹത്വം ഓരോ മക്കളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ജീവൻ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൻ്റെ എല്ലാ ശക്തികളും നീങ്ങിപ്പോകട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഓരോ മക്കളുടെ ശരീരത്തിലും വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ അത്ഭുതത്തിൽ എന്ത് സംഭവിച്ചെന്താ? പരിചാരകര് എല്ലൊക്കെ പണി നോക്കിയിട്ടും കൽഭരണിയിൽ വീഞ്ഞ് തീർന്നു പോയിരിക്കും, ഒന്നും നടക്കുന്നില്ല. കുടുംബത്തിൻ്റെ അപമാനം നീങ്ങിപ്പോകണം. അവിടെ ആ വിവാഹ വിരുന്നിൽ അവിടെ സമൃദ്ധമായിട്ട് വീഞ്ഞ് വിളമ്പിക്കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ കുടുംബത്തിൽ എന്ത് സംഭവിക്കും? അപമാനം കടന്നു വരും. പരിചാരകര് പരിശുദ്ധ അമ്മയോട് ചെന്ന് ചോദിച്ചു, ഇനി എന്നെ ഞങ്ങൾ ചെയ്യണ്ടേ? അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ. ഈശോ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പറയുക. ഈശോ പറയുന്നത് കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുക. അവൻ പറയുന്നത് പോയി കേട്ടു, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മൾ ഈ കൗൺസിലിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ഈശോ പറയുന്നത് കേൾക്കാൻ വേണ്ടി വലിയ ജിജ്ഞാസയാണ്. പക്ഷേ അതെത്ര പേര് അത് പൂർത്തീകരിക്കുന്നുണ്ട്? കേൾക്കും എല്ലാവരും. ധ്യാനം കൂടാൻ പറഞ്ഞു, കൂടി. അത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് വന്ന് പ്രാർത്ഥന കൂടാൻ പറഞ്ഞു, കേൾക്കത്തില്ല. എന്നിട്ട് ഇടയ്ക്ക് കുറേ കാലം കഴിയുമ്പോൾ തിരിച്ചു വരും. തിരിച്ചു തന്നെ പറയും, ഒന്നും സംഭവിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അവൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കണം. സ്വർഗ്ഗ പറയുന്നത്. തുടർച്ചയായിട്ട് വന്ന് കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ രക്ഷ വെളിപ്പെടുകയാണ്. കർത്താവിനോട് ചേരുകയാണ്, യേശുവിനോട് നാം ഐക്യപ്പെടുക. ഓരോ വചനങ്ങളിലൂടെയും ക്രിസ്തുവുമായി നാം ഐക്യപ്പെടുക. വചനം കേൾക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപമാനങ്ങൾ, നിന്ദനങ്ങൾ എല്ലാം ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുക. അബ്രാഹത്തോട് ദൈവം പറഞ്ഞെന്താ? നിന്റെ മകൻ ഇസ്ഹാക്കിനെ മോറിയ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് എനിക്ക് ബലിയായിട്ട് തരാൻ പറയുക. അബ്രാഹം എന്താ ചെയ്തേ? തൻ്റെ മകനെയും കൂട്ടി യാത്ര ചെയ്യുക. ദൈവം പറഞ്ഞ് അതേപടി അനുസരിക്കുക. വചനം അനുസരിച്ചു. ഒരു സ്വരം മാത്രമേ കേട്ടുള്ളൂ, നിനക്കൊരു മകനുണ്ടാകും. 100 വയസ്സായിരിക്കുന്ന അബ്രാഹാം പിതാവിനോട് ദൈവം പറയുന്നു, നിനക്കൊരു കുഞ്ഞ് ജനിക്കും. വിശ്വസിക്കുക. ആ വിശ്വാസം അവിടെ അനുഗ്രഹമായിട്ട് മാറുക. ഈ കിട്ടിയ അനുഗ്രഹത്തെ 10-16 വർഷം വളർത്തി കാത്തു പരിപാലിച്ച് സൂക്ഷിച്ച് കൊണ്ടുവന്ന് ഇവനെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്നപ്പോൾ തമ്പുരാൻ വിളിച്ചിട്ടെന്ന് പറഞ്ഞു, മോനെ അബ്രാഹാം, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസ്ഹാക്കിനെ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ബലിപീഠം ഉണ്ടാക്കി അവിടെ എനിക്ക് ബലിയായിട്ട് തരണം. പ്രിയപ്പെട്ടവരെ, കൂടെ കൊണ്ടുപോവുക. മകൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. തീയും വിറകും എല്ലാം നമ്മൾ കരുതിയിട്ടുണ്ട്, തീ കത്തിക്കാനുള്ളതുണ്ട്, വിറകും എല്ലാം നമ്മൾ കരുതിയിട്ടുണ്ട്. പക്ഷേ ബലി അർപ്പണത്തിനുള്ള ഈ ബലിമൃഗം എവിടെയാ? ഒരു ചോദ്യം അപ്പൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ചോദ്യം. ബലിമൃഗം ആരാ? തൻ്റെ മകൻ തന്നെയാ. 16 വർഷം 100 വയസ്സ് വരെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹം, 16 വർഷം കാത്തു സൂക്ഷിച്ച ഈ അനുഗ്രഹത്തെ ദൈവമായ കർത്താവ് ബലിയായിട്ട് കൊടുക്കുവാൻ പറഞ്ഞപ്പോൾ ഈ ബലിമൃഗം ആരാ? തൻ്റെ മകനാ. തൻ്റെ മകൻ ഇസ്ഹാക്കിനെ ബന്ധിച്ച് ബലിപീഠത്തിലേക്ക് കടത്തിയപ്പോഴൊന്നും തമ്പുരാൻ വിളിച്ചില്ല, ദൈവം വിളിച്ചില്ല. ദൈവപ്പോൾ വിളിച്ചേ കത്തിയെടുത്ത് ഹൃദയത്തിൽ നിന്ന് തൻ്റെ മകനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിട്ടുകൊടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവം പറഞ്ഞു, അബ്രാഹാം അരുത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ മനോഭാവത്തെ, ചിന്താഗതികളെ അറിയുന്ന ദൈവം. അനുഗ്രഹം കിട്ടാത്തവൻ്റെ കാര്യം എന്താ? ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാനുണ്ട്. ചില ആസക്തികൾ, ജഡത്തോടുള്ള ചില താല്പര്യങ്ങൾ ശരീരത്തിൽ നിന്ന് വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. വിട്ടുകൊടുത്തു. ദൈവത്തിനറിയാം എപ്പോഴാണ് വിട്ടതെന്ന്.
അബ്രാഹാം ഇസഹാക്കിനെ വിട്ടതെപ്പോഴാ? കുത്തിയപ്പോഴല്ല, കുത്തുന്നതിന് മുമ്പ് ഹൃദയത്തിൽ നിന്ന് വിട്ടു എന്ന് മനസ്സിലാക്കിയ ആ നിമിഷം തന്നെ ദൈവമായ കർത്താവ് അബ്രാഹത്തെ വിളിക്കുക, അബ്രാഹാം അരുത്. സ്വർഗം താണിറങ്ങി വന്നിരിക്കുക, മുള്ളിൽ ഉടക്കിക്കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ അവിടെ ബലിയായിട്ട് കൊടുത്തുകൊണ്ട് അബ്രാഹാം പിതാവ് തൻ്റെ മകനെ കൈക്ക് പിടിച്ച് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ഈ ബലിയിൽ ദൈവം അബ്രാഹത്തോട് അവൻ്റെ സന്തതികളോടും ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഈ ഉടമ്പടിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന രക്ഷാകര പദ്ധതി. അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും ദൈവം കാണിച്ച അനന്തമായ കാരുണ്യം, പരിശുദ്ധി അമ്മയെ അത് ഭരമേൽപ്പിക്കുക. ദൈവകൃപ നിറഞ്ഞപ്പോൾ, പ്രിയ ദൈവജനമേ, ദൈവം കാത്തിരിക്കുക. കൃപ നിറഞ്ഞപ്പോൾ പരിശുദ്ധി അമ്മയുടെ അടുത്തേക്ക് സ്വർഗം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. ദൈവഹിതം നിറവേറ്റുവാൻ തക്കവിധം തൻ്റെ ചിന്തകളെയും ചിന്താഗതികളെയും മനസ്സിനെയും മനോഭാവങ്ങളെയും ശരീരത്തെയും മുഴുവൻ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറായ പരിശുദ്ധ അമ്മയുടെ ശരീരത്തിലേക്ക് വചനം മാംസമായിട്ട് ഇറങ്ങി വന്ന് അത് ആ വചനമാണ് രക്ഷയായിട്ട് മാറിയത്. ഈ മകനെ കൂട്ടിക്കൊണ്ട് ഗാഗുൽത്ത മലയുടെ മുകളിലേക്ക് പരിശുദ്ധ കന്യാമറിയം നടന്നു നീങ്ങുന്നു. പരിശുദ്ധ അമ്മ നടന്നു നീങ്ങുന്ന ഈ മകനെ കൂട്ടിക്കൊണ്ട എന്തിനു വേണ്ടിയാ? ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ അരുമസുതനെ ബലിയായിട്ട് കൊടുക്കുവാൻ അബ്രാഹാം പിതാവ് ഒറ്റയ്ക്ക് നടന്നുപോയതുപോലെ പ്രിയ ദൈവജനമേ, തൻ്റെ മകനോട് കൂടെ ചേർന്നുകൊണ്ട് ഗാഗുൽത്ത മലയുടെ നെറുക വരെ കടന്നു ചെന്ന പരിശുദ്ധ കന്യാമറിയം ആ മകനെ കാൽവരി മലയുടെ നെറുകയിൽ ബലിയായിട്ട് കൊടുത്തുകൊണ്ട് അമ്മ തന്നെയാ ഇറങ്ങിപ്പോരുന്നേ. അമ്മയുടെ ആ വലിയ വിശ്വസ്തത, ദൈവത്തോടുള്ള വിശ്വസ്തത അവിടെ പ്രകടമാക്കുക. അബ്രാഹാം തൻ്റെ മകനെയുമായിട്ട് ഇറങ്ങി വന്നെങ്കിൽ പ്രിയ ദൈവജനമേ, കാൽവരി മലയുടെ നെറുകയിൽ നിന്ന് പരിശുദ്ധ കന്യാമറിയം ഇറങ്ങി വരുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് തൻ്റെ മകനെ കർത്താവിൻ്റെ ഹിതപ്രകാരം വിട്ടുകൊടുത്തുകൊണ്ട് പരിപൂർണമായിട്ടും ബലിയിൽ അമ്മയും പങ്കുചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അമ്മ ആ ബലിപീഠത്തിൽ നിന്ന് കാൽവരി മലയുടെ നെറുകയിൽ നിന്ന് ഒറ്റയ്ക്ക് അമ്മ ഇറങ്ങി വരിക. കരമുയർത്തി അമ്മയുടെ ആ വലിയ സ്നേഹത്തോടും അമ്മയെ അനുസരിച്ച ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൂർണ്ണതയോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര വലിയ സ്നേഹമാ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകിയേ. അമ്മ അവിടെ ഒന്നും നിശബ്ദതയിൽ അമ്മ കടന്നു പോകുന്നേ. ചാട്ടവാറുകൊണ്ട് നിർദാക്ഷിണ്യം മകൻ്റെ ശരീരത്തിൽ അടിക്കുമ്പോഴും, താടിമീശയൊക്കെ വലിച്ചു പറിച്ചെടുക്കുമ്പോഴും, കവിളിൽ തുപ്പുമ്പോഴും പ്രിയപ്പെട്ടവരെ തൻ്റെ അമ്മ കൂടെ നിപ്പുണ്ട്. നിരുപാധികം അവരോട് തൻ്റെ മകനെ ഉപദ്രവിക്കുന്നവരോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം ഗാഗുൽത്ത മലയിലേക്ക് യാത്ര ചെയ്യുന്നേ. ലോകത്തിൻ്റെ രക്ഷ നേടിത്തരുക. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണമെന്ന് പരിശുദ്ധ അമ്മ അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരപ്പൻ എങ്ങനെയായിരിക്കണമെന്ന് അബ്രാഹാം പിതാവിലൂടെ ദൈവം വെളിപ്പെടുത്തി തരികയാണ്. തൻ്റെ അരുമസുതനെ, തനിക്കുള്ളതിനെ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായിട്ട് വേണം ഒരപ്പൻ്റെ ജീവിതം. ഒരമ്മയുടെ ജീവിതം എങ്ങനെയായിരിക്കണം? പരിപൂർണമായ ക്ഷമയിലൂടെ തനിക്ക് കിട്ടിയതിനെ ദൈവസന്നിധി, തനിക്കുള്ളതിനെ മുഴുവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറാകുന്ന ഒരു സ്ത്രീയാണ് ഈശോ കാൽവരി മലയുടെ മുകളിൽ വെളിപ്പെടുത്തി തരുന്നത്. വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്ന, നിരുപാധികം ക്ഷമിക്കുന്ന ഒരു സ്ത്രീയുടെ സ്നേഹത്തെയാണ് ദൈവം അവിടെ വെളിപ്പെടുത്തി തരുന്നത്. മകനില്ല തിരിച്ചിറങ്ങി വരുമ്പം ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോരുന്നേ. അബ്രാഹത്തിന് സംഭവിച്ചെന്താ? ഒരാടിനെ കിട്ടി, ആടിനെ ബലിയായിട്ട് കൊടുത്തിട്ട് അബ്രാഹാം മകനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നെങ്കിൽ കാൽവരി മലയുടെ നെറുകയിൽ നിന്ന് അമ്മ ഒറ്റയ്ക്ക് ഇറങ്ങി വന്നേ.
അമ്മുവിൻ്റെ ഈ പുത്രന്റെ സാന്നിധ്യം അമ്മയ്ക്ക് അനുഭവിക്കാൻ സാധിച്ചപ്പോൾ സഹിയോൻ ഊട്ടുശാലയിൽ ഈ 12 അപ്പസ്തോലന്മാരും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് സഹിയോൻ മാളിക മുറിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ജീവനെയും എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറായ പെന്തക്കോസ്ത് അനുഭവം കടന്നു വന്ന നിമിഷങ്ങളിലാണ് തൻ്റെ പുത്രനെ പരിശുദ്ധ അമ്മയ്ക്ക് വീണ്ടും അനുഭവിക്കുവാൻ ദൈവം കൃപ കൊടുത്തേ. തൻ്റെ പുത്രനെ അമ്മ എങ്ങനെയാ ഭൂമിയിൽ നിന്ന് അനുഭവിക്കുന്നത്? എങ്ങനെയാ? പരിശുദ്ധ കുർബാനയിൽ പരിപൂർണമായിട്ട് സമർപ്പിച്ച ജീവിതങ്ങളിലൂടെയാണ് പരിശുദ്ധ അമ്മ ഓരോ ദൈവ പൈതലിനെയും തൻ്റെ പുത്രനായിട്ട് അനുഭവിക്കുന്നത്. കരങ്ങൾ ഉയർത്തി തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. സക്രിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 17-ാം തിരുവചനം. ഭൂമിയിലെ ഏതെങ്കിലും ഭവനം സൈനികരുടെ കർത്താവായ രാജാവിനെ ആരാധിക്കുവാൻ ജെറുസലേമിലേക്ക് വരുന്നില്ലെങ്കിൽ അവർക്ക് മഴ ലഭിക്കുകയില്ല. ഈജിപ്ത് ഭവനം ആരാധിക്കുവാൻ വന്നില്ലെങ്കിൽ കൂടാരത്തിരുന്നാൾ ആചരിക്കുവാൻ വരാത്ത ജനങ്ങളുടെ മേൽ കർത്താവ് അയക്കുന്ന മഹാമാരികൾ അവരുടെ മേലും അയക്കും. കർത്താവിൻ്റെ ആലയത്തിൽ, കർത്താവിൻ്റെ ബലിയിൽ, ജെറുസലേമിൽ ബലിയർപ്പിക്കുവാൻ കടന്നു വരുന്ന ഓരോ മക്കളുടെ മേലും കർത്താവ് ആത്മാവിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ പെരുമഴ പെയ്യ്ക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ദേവാലയങ്ങളിലും ഒരുമിച്ചുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കും ദൈവം പെരുമഴ പോലെ ദൈവാനുഗ്രഹം വർഷിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജെറുസലേമിലേക്ക് വരുന്നില്ലെങ്കിൽ, ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ, സ്വർഗീയ ജെറുസലേം അനുഭവിക്കുവാൻ ദേവാലയങ്ങളിലേക്ക് ദൈവജനം കടന്നു വരുന്നില്ല എങ്കിൽ അവർക്ക് മഴ ലഭിക്കപ്പെടത്തില്ല. ഈജിപ്തിലെ മക്കള്, അടിമത്തത്തിൽ കിടക്കുന്ന മക്കള് അനുഭവിച്ചിരുന്ന മഹാമാരികൾ ഇങ്ങനെ വരാത്ത ജനത്തിൻ്റെ മേൽ കടന്നു വരുമെന്ന് സക്രിയ പ്രവാചകനിലൂടെ ദൈവം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഓരോ പീഡകളും വ്യാധികളും തകർച്ചകളും ദുരന്തങ്ങളൊക്കെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ മുന്നറിയിപ്പാണ്. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. നിങ്ങളുടെ മേൽ ദൈവമായ കർത്താവ് ആത്മാവിൻ്റെ മഴ പെയ്യ്ക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരുമ്പോൾ അവിടെ രോഗശാന്തി ഉണ്ടാവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാകുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ സംഭവിക്കുകയാണ്. നിങ്ങൾ വരുന്നില്ല എങ്കിൽ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അസ്ഥികളുടെ താഴ്വരയെക്കുറിച്ച് പറയുന്നുണ്ട്. ചിതറിക്കിടക്കുന്ന അസ്ഥികളോട് പ്രവാചകനോട് ദൈവം പറയാം, അസ്ഥികളോട് പ്രഘോഷിക്കുവാൻ, വചനം പ്രഘോഷിക്കാൻ പറയുകയും. പ്രവാചകൻ വചനം പ്രഘോഷിച്ചപ്പോൾ ഈ ഓരോ അസ്ഥികളും കിരകിരാ ശബ്ദത്തോടെ ഒരുമിച്ചുകൂടി മജ്ജയും മാംസവും വെച്ചുപിടിപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ട ജീവൻ അതിലേക്ക് ജീവശ്വാസത്തെ അയച്ചപ്പോഴോ അവയെല്ലാം ജീവനുള്ളതായി തീരുകയാണ്. അവരെല്ലാം ഒരുമിച്ചുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുക. ചെതറിക്കിടക്കുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. ചെതറിപ്പോയി, കുടുംബങ്ങൾ ചെതറിക്കപ്പെട്ടു, ഇടവക ചെതറിക്കപ്പെട്ടിരിക്കുക. ഈ ചെതറിക്കിടക്കുന്ന ഓരോ അസ്ഥികളോടും അസ്ഥിക്ക് തുല്യ, ജീവനില്ലാത്തതിന് തുല്യമായ അസ്ഥികളോടാണ് ദൈവം ഉപമിച്ചിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെ. ജീവനില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അവരൊരുമിച്ച് കൂടത്തില്ല. ആത്മാവ് എവിടെ ചലിക്കപ്പെടുന്നുണ്ടോ അവിടെ ദൈവജനം ഒരുമിച്ച് കൂടും. അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിക്കുക. വിശ്വാസത്തോടെ കടന്നു വരുമ്പോഴാണ്. കൊച്ചാശുപത്രി കിടക്കുമ്പോൾ അപ്പൻ വിശ്വാസത്തോടെ ദൈവസന്നിധിക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാൻ തുടങ്ങുക. കൊച്ചിന് ജീവൻ ഉണ്ടാകാൻ തുടങ്ങും. എവിടുന്ന് ജീവൻ വരുന്നേ? പരിശുദ്ധ കുർബാനയിൽ നിന്ന്, ജീവന്റെ അപ്പത്തിൽ നിന്ന് ജീവൻ കടന്നു ചെല്ലുന്നത് ഈ അപ്പനിലൂടെയാണ്, ഈ അമ്മയിലൂടെയാണ്. ഈ അഭിഷേകം മക്കളിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പനോട് വരുന്നില്ല എങ്കിൽ, അപ്പൻ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല എങ്കിൽ, അമ്മ എത്തുന്നില്ല എങ്കിൽ ഈ കൃപ എങ്ങനെ ഒഴുകിയെത്തും? പരിശുദ്ധ അമ്മയിൽ ദൈവകൃപ കടന്നു ചെന്നപ്പോൾ അമ്മ ചെയ്ത കാര്യം എന്താ? അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് എലീശായുടെ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന്റെ ഭവനത്തിൽ കടന്നു ചെന്ന് അവളെ അഭിവാദനം ചെയ്യുകയാണ്. ഈ അഭിവാദന സ്വരം കേട്ടപ്പോൾ ഈ എലിസബത്ത് അഭിഷേകം ചെയ്യപ്പെട്ടു. എലിസബത്തിന്റെ ഉദരത്തിലായിരുന്ന ശിശു
അവിടെ അഭിഷേകം ചെയ്യപ്പെടുക. കാരണം വചനം മാംസമായി ശരീരത്തിൽ വസിച്ചു. മക്കളെ, പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതല് അവിടെ അഭിവാദനം ചെയ്യുമ്പോൾ, ദൈവജനത്തെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും അഭിവാദനം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ ശക്തി പ്രകടമാകും. അവിടെ ശരീരത്തിൽ അഭിഷേകം അനുഭവിക്കാൻ സാധിക്കും, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ. സ്വരം ഉയർത്തി സ്തുതിക്കാമോ? ശക്തിയോടെ സ്തുതിക്കാമോ? ശക്തിയോടെ സ്തുതിക്കാമോ? അഭിഷേകത്തോടെ സ്തുതിക്കാമോ? മനുഷ്യപുത്ര ജീവശാസ്ത്രത്തോട് പ്രവചിക്കുക. 37-ാം അധ്യായം, എസെക്കിയേൽ പ്രവാചന ദിവസം 37-ാം അധ്യായം 9 തിരുവചനം. മനുഷ്യപുത്ര ജീവശാസ്ത്രത്തോട് പ്രവചിക്കുക, മനുഷ്യപുത്ര ജീവശാസ്ത്രത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ജീവശ്വാസമേ നീ 4 വായുകളിൽ നിന്ന് വന്ന് ഈ നിഘനന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. പ്രിയപ്പെട്ടവരെ, ആത്മീയ ശക്തിയിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. തളർന്ന വ്യക്തികളായിട്ടാണ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. ചിതറിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ, ജീവിത പങ്കാളി കടന്നു വരുമ്പോൾ അവിടെയുള്ള മറ്റുള്ളവരെന്ത് സംഭവിക്കും? അവരെന്ത് പറയുന്നേ? എന്തിനാ പോകുന്നേ? പള്ളിയിൽ നിന്ന് ഇത്രയും കാലം പോയിട്ട് എന്ത് പ്രയോജനം? ചിതറിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഇവിടെ അവിടെ തകർച്ച വരുന്നതുകൊണ്ട് അവിടെ ഏക മനസ്സോടെയുള്ള പ്രാർത്ഥനയല്ല, ഭിന്നിച്ചു കിടന്നിരുന്ന ചിതറിക്കപ്പെട്ടിരിക്കുന്ന മനോഭാവങ്ങളെ പരിശുദ്ധ കന്യാമറിയം സെഖിയോൻ ഊട്ടുശാലയിൽ ഇവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മനസ്സ് ഏക മനസ്സായി തീർന്നു. ആ നിമിഷങ്ങളിലാണ് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ കൊടുങ്കാറ്റിൻ്റെ വേഗതയോടെ അഗ്നിനാവുടെ രൂപത്തിൽ ഇവരുടെ ശരീരത്തിലേക്ക്, ആത്മാവിലേക്ക്, ജീവനിലേക്ക് വ്യാപരിച്ചപ്പോൾ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളിലും കർത്താവിൻ്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, അവർ ഏക മനസ്സോടെ ഏക ചിന്തയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. പല ചിന്താഗതികളിലാണ് കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന. അപ്പൻ്റെ ഒരു ചിന്താഗതി, അമ്മയ്ക്ക് വേറെ ചിന്താഗതി, മക്കൾക്ക് ഓരോരുത്തർക്കും വേറൊരു ചിന്താഗതി. ഏക മനസ്സോടെ ഒരേ കാഴ്ചപ്പാടോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരും. അങ്ങനെ ചിതറിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ കർത്താവ് പറഞ്ഞ ഈ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുവാൻ, ഈ ചിതറിക്കിടക്കുന്ന ഈ അസ്ഥികളോട് വചനം പ്രഘോഷിക്കുമ്പോൾ ഈ അസ്ഥികളിൽ മജ്ജയും മാംസവും ഞരമ്പുകളും വെച്ച് പിടിപ്പിക്കപ്പെടും. അവയിലൂടെ ധമനികളിലൂടെ രക്തം ഒഴുകിയിറങ്ങും. ദൈവിക ജീവൻ കടന്നു ചെല്ലുമ്പോൾ ഇവർ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ച് എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുളിച്ച പല ചിന്താഗതി. വീട്ടിലെ ഭിന്നതയുണ്ടെങ്കിൽ അവിടെ എന്തു സംഭവിച്ചു? സാത്താൻ അന്ധകാരം ഭവനത്തിന് മേൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അത് പല മേഖലയിലും അത് പിടിമുറുക്കും. അത് രോഗമായിട്ട്, തകർച്ചയായിട്ട്, പാപബന്ധനങ്ങളായിട്ട് കുടുംബത്തിൻ്റെ മേൽ ഈ അശുദ്ധി വ്യാപരിക്കും. എവിടെയാണ് നിൽക്കുന്നത്? ഈ വീടൊന്ന് വെഞ്ചരിച്ചാൽ മതി, ശരിയാവുന്നത്. വീടല്ല വെഞ്ചരിക്കണ്ടേ, ഓരോ വ്യക്തികളെയും വെഞ്ചരിക്കണ്ടേ. ഇവരിൽ നിന്ന് തിന്മ അകന്നു പോകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വത്തോടെ വെളിപ്പെടുക. അച്ഛനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസത്തിന് സമാധാനമുണ്ട്. 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ജീവിതം പഴയ വഴിയിലായി. നമ്മുടെ മനോഭാവങ്ങളും ചിന്തകളും പഴയപടിയിലേക്ക് കടന്നു പോകുമ്പോൾ ഈ അനർത്ഥങ്ങൾ ഇരട്ടിയായിട്ടിന്ന് ഭവനങ്ങളുടെ മേൽ കടന്നു വരിക. കാരണം വ്യക്തി ജീവിതങ്ങൾ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേട്ടു. വീട് വിട്ട് 10 വർഷമായിട്ട് അന്യ സ്ത്രീയോടുകൂടി ജീവിച്ച സഹോദരന് വേണ്ടി 1 വർഷക്കാലം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചപ്പോൾ ആ ചേട്ടനുണ്ടായതെന്താ? മാനസാന്തരമാ. മദ്യപാനം, പുകവലി, മുറുക്ക്, ജഡികമായ ആസക്തികൾ, തഴക്കദോഷങ്ങൾ എല്ലാം ആ ശരീരത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. മക്കളെ, ഈ അമ്മച്ചി 1 വർഷത്തിന് മേളിൽ ഈ ദിവികാരുണ്യ സന്നിധിയിൽ കടന്നു വന്ന് ദിവികാരുണ്യനാഥനോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കുടുംബാംഗങ്ങളിൽ പ്രകടമായി കരമുയർത്തി. ചിതറിക്കിടന്ന ഈ അസ്ഥികളോട് ദൈവം വചനം പ്രഘോഷിക്കാൻ പറഞ്ഞപ്പോൾ, വചനം പ്രഘോഷിക്കപ്പെട്ടപ്പോൾ ഈ അസ്ഥികളിൽ ജീവൻ കടന്നു ചെന്നു, ജീവശ്വാസം കടന്നു ചെന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമായി. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ?
അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തനായിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമേ, എൻ്റെ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തും. ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തും. അടിമത്തത്തിൻ്റെ ചില കല്ലറകളിൽ ലാസർ കിടന്നതുപോലെ ചീഞ്ഞ് അളിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ദൈവമായ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അസഹിഷ്ണുവായ ദൈവമാണ് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്തെ വസിപ്പിക്കും. കർത്താവായി ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ദൈവമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന ആരാ? ദൈവമായ കർത്താവാണ്. നിങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും ജീവനിലും എല്ലാം കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം ഒഴുകട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, എല്ലാ ബന്ധനങ്ങളും നീങ്ങട്ടെ, തടസ്സങ്ങൾ നീങ്ങട്ടെ, പൈശാചിക ശക്തികൾ നീങ്ങിപ്പോകട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിൻ്റെ വലിയ അഭിഷേകം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഓരോ മക്കളിലേക്കും വ്യാപരിച്ചുകൊണ്ട് സകല അന്ധകാര ശക്തികളും നീങ്ങി ഓരോ മക്കളും ജീവനുള്ളവരായി തീരട്ടെ. ദൈവിക ജീവനാൽ ഓരോ മക്കളും ഇപ്പോൾ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി കാൽവരിയിലോ നമുക്ക് വേണ്ടി ജീവൻ തന്ന തമ്പുരാന്റെ അനന്തമായ സ്നേഹത്തെ ഒന്ന് വിളിക്കാം. ഈശോയെ എന്നൊന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, സ്വരമുയർത്തി വിളിക്കാം, അഭിഷേകത്തോടെ വിളിക്കാം, ശക്തിയോടെ വിളിക്കാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12 മുതലുള്ള തിരുവചനം. പ്രാർത്ഥിക്കണം ബ്രദറെ, പ്രാർത്ഥിക്കണം. ഒത്തിരി പ്രശ്നമാണ്. കർത്താവ് എന്താ അറിയുന്നത്? നമ്മളെങ്ങനെയാണ് അറിയുന്നത്? കർത്താവ് അറിഞ്ഞുകൊണ്ടേയിരിക്കുക. ഹൃദയം പരിശോധിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഈ ഹൃദയം പരിശോധിക്കുന്ന എപ്പോഴാണ്? വചനം കടന്നു ചെല്ലുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങളോട് ഒത്തിരി തകർച്ചയുള്ളവരോടും പ്രശ്നമുള്ളവരോടും പറയും ധ്യാനത്തിന് വരാൻ പറയും. അല്ലെങ്കിൽ ഇവിടെ തുടർച്ചയായിട്ട് ശുശ്രൂഷയെ പങ്കുചേരാൻ പറയും. ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരാൻ പറയും. വചനം കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് എന്ന് ഹെബ്രായ ലേഖനം പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക. ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് സജീവവും ഊർജസ്വലവുമാണ്. പ്രിയപ്പെട്ട വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് എവിടെ കടന്നു വരും? സന്ധിബന്ധങ്ങളിലും മജ്ജയിലും മാംസത്തിലും ഹൃദയത്തിലും തുളച്ചു കയറി ഹൃദയത്തിലുള്ള എല്ലാ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ്. അപ്പോൾ വചനത്തിന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നിയോഗങ്ങളെ വിവേചിച്ചറിയണം. എൻ്റെ ആഗ്രഹങ്ങളെ കർത്താവിന് വിവേചിച്ചറിയണമെങ്കിൽ നാം വചന സന്നിധിയിൽ നാം ആയിരിക്കണം. വചനം കേൾക്കാൻ തയ്യാറാകുമ്പോൾ ഈ വചനമാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് ഈ വചനമാണ് ഹൃദയതലങ്ങളിൽ കിടക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളെ വിവേചിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചിട്ട് പുത്രൻ തമ്പുരാൻ പിതാവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുക, ഈ മക്കളുടെ നിയോഗത്തിൻ്റെ മേൽ കരുണ കാണിക്കണമേ. വചനം ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ്. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്.
സകലതും ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളുടെ കാര്യങ്ങളും വ്യക്തമായിട്ട് ദൈവസന്നിധിയിൽ അറിയാം. ഇന്നിവിടെ എത്ര പേര് കാഴ്ചയർപ്പിക്കുന്നുണ്ട്, എത്ര പേര് ആരാധന ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്, എത്ര പേര് തമ്പുരാൻ മുമ്പിൽ ഹൃദയം വിട്ടുകൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തമ്പുരാൻ വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ വിളിച്ചു പറഞ്ഞൊരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ വേദനകളെയും നിങ്ങളുടെ കഷ്ടപ്പാടുകളെയും നിങ്ങളുടെ ദുരിതങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല തകർച്ചകളെയും യേശു തിരിച്ചറിഞ്ഞുകൊണ്ട് വചനമായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ നിയോഗങ്ങളെയും വിവേചിച്ചറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന മണിക്കൂറുകൾ, ദൈവവചനം കേൾക്കുന്ന മണിക്കൂറുകൾ. വചനം കേൾക്കുന്നില്ലെങ്കിലോ? അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ ശ്രദ്ധാപൂർവം കേൾക്കാൻ പറയുന്നു. ശ്രദ്ധാപൂർവം വചനം കേൾക്കുന്നില്ലെങ്കിൽ സൗഖ്യം സംഭവിക്കത്തില്ല. അപ്പസ്തോലന്മാര് ദൈവവചനം യേശു പറഞ്ഞ കാര്യങ്ങൾ വ്യക്തവും സത്യവുമായിട്ട് പ്രഘോഷിച്ചപ്പോൾ ആ പ്രഘോഷണത്തെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളും മാനസാന്തരപ്പെട്ട് യേശുവിനോട് ഐക്യപ്പെട്ട് മക്കളെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. വേറെ എവിടെ ചെന്ന് കണക്ക് ബോധിപ്പിച്ചിട്ടും ഒരു കാര്യമില്ല. ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിച്ച് പറ്റത്തുള്ളെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. തമ്പുരാന്റെ മുമ്പിൽ ഞാനും നിങ്ങളും ഓരോ പ്രവർത്തികൾക്കും കണക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് തിരുവചനം. നമ്മളാരും അറിയുന്നില്ല. രഹസ്യ പാപങ്ങൾ ചെയ്യുമ്പോൾ തമ്പുരാനിത് കണ്ടുകൊണ്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങളിലൂടെ രക്തക്കണ്ണീരൊഴുകുന്നുണ്ട്. ദൈവജനം പാപം ചെയ്ത് നശിക്കുന്നതിന് അമ്മയുടെ ആ വലിയ സ്നേഹം അവിടെ വെളിപ്പെടുത്തുകയോ രക്തക്കണ്ണുനീരൊഴുക്കി തമ്പുരാന്റെ സന്നിധിയിൽ അമ്മ പ്രാർത്ഥിക്കുക. രക്ഷാകര പദ്ധതിയോട് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രാപിക്കുവാൻ വേണ്ടി രക്തക്കണ്ണുനീരൊഴുക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുസ്വരൂപങ്ങളെ നമുക്ക് കാണിച്ചു തരികയാണ്. വ്യക്തമായിട്ട് കാണിച്ചു. അവിടെ പോയിട്ട് നമ്മൾ പോലും മാനസാന്തരമൊന്നുമില്ല. നൊവേന കൂടാനായിട്ട് നമ്മൾ പോകും, മാനസാന്തരം ഇല്ല. കുർബാന എന്നും സ്വീകരിക്കുന്നുണ്ട്. മാനസാന്തരം സംഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തകർച്ചകളും ദുരിതങ്ങളും ദുരന്തങ്ങളും അപകടങ്ങളും രോഗങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം അനുവദിക്കാത്തതെല്ലാം നീങ്ങിപ്പോകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടേ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കണം. ഈ വചനം സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. ആ ചേച്ചി പാലായിൽ നിന്ന് ഇവിടെ വന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പം എൻ്റെ ഭർത്താവും വരുന്നില്ല, ഒന്നും വരുന്നില്ല, എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഈ അമ്മച്ചി വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. 1.25 വർഷം ദൈവസന്നിധിയിൽ ആ അമ്മച്ചി പ്രാർത്ഥിച്ചപ്പോൾ ചേട്ടനെ ആത്മാവ് നയിച്ച് കർത്താവിൻ്റെ വചനത്തിലൊക്കെ കൊണ്ടുവന്നേ. പാലായിൽ വന്ന് ബസ് ഇറങ്ങിയ ആ സമയത്ത് അമ്മച്ചിയെ വിളിക്കുക. അമ്മച്ചി പറഞ്ഞു പോരാൻ പറഞ്ഞു. ഒരു വീട്ടിലോട്ട് പോരും. വളരെ സന്തോഷത്തോടെ. പഴയ വൈരാഗ്യ വെറുപ്പല്ലുണ്ടോ? വചനം കേട്ടപ്പോൾ അമ്മച്ചിയുടെ ജീവിതം മാനസാന്തരപ്പെടുത്തി ഭർത്താവിനെ 2 കരങ്ങളാൽ നീട്ടിപ്പിടിക്കുക. ഈ പോരാൻ പറയുക. ധൂർത്തപുത്രനെ പിതാവ് സ്വീകരിച്ചതുപോലെ ഈ അമ്മച്ചി ഉപേക്ഷിച്ചു പോയ ഭർത്താവിനെ 2 കരങ്ങൾ നീട്ടി തൻ്റെ മാറിനോട് ചേർത്ത് വെച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ആ സഹോദരന് വെളിപ്പെട്ടപ്പോൾ ശരീരത്തിലുള്ള പാപാവസ്ഥകൾ ശരീരത്തിൽ നിന്ന് പടിയിറങ്ങും. മദ്യപാനം ഉപേക്ഷിച്ചു. പുകവലി എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പുകവലി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അമ്മച്ചി എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം പരിപൂർണമായ വിശ്വാസമെന്ന് പാപത്തിൻ്റെ ബന്ധനം ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി അമ്മച്ചിയ സാക്ഷി എഴുതി കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലായി. ദൈവമഹത്വം ആ ശരീരത്തിൽ വെളിപ്പെട്ടത് ജീവിത പങ്കാളി കണ്ണുനീരൊഴുക്കി ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോഴാണ്. ജീവനില്ലാതെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ക്യാൻസർ രോഗിയായ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കുന്നത് അപ്പനും അമ്മയും വചനം കേൾക്കാൻ തയ്യാറായിട്ട് ശ്രദ്ധാപൂർവം ദൈവത്തിൻ്റെ വചനം ഈ ആലയത്തിലിരുന്നു കൊണ്ട് കേൾക്കുമ്പോൾ ഈ ജീവനുള്ള വചനം ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് 2 തല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലുകയാണ്. ഇവരുടെ ഹൃദയത്തിലുള്ള നിയോഗങ്ങളെ വിവേചിച്ചറിയുന്ന ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നെ വിളിച്ചു പറഞ്ഞെന്ന് അറിയുമോ?
നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് ഈ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കുന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൻ്റെ അഭിഷേകം കടന്നു ചെല്ലുന്നതുകൊണ്ടാണ്. ആത്മാവ് പ്രവർത്തിക്കുക, ശരീരത്തിൻ്റെ മേൽ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ മുഴുവൻ പോസിറ്റീവാവുകയും നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകൊടുക്കാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് വിജയിക്കുന്നുള്ള ആ വിശ്വാസം ആ വ്യക്തിക്ക് വേണം. ഈ കാര്യം ചെയ്യുമ്പോൾ ഇത് വിജയിക്കുമെന്നുള്ള വിശ്വാസം ഇല്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ ദൈവം മഹത്വം വെളിപ്പെടുത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ ഈ ആലയത്തിൽ വെച്ച് ദൈവമായ കർത്താവ് എന്നെ സുഖപ്പെടുത്തുമെന്നുള്ള വിശ്വാസമാണ് കൃപയായിട്ട്, സത്യമായിട്ട്, ജീവനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. പരിപൂർണ സമർപ്പണം ആവശ്യം. കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പറയുമ്പോൾ നിങ്ങൾ തീക്ഷ്ണതയോടെ കുഞ്ഞുങ്ങളെ ഈ ആലയത്തെ പരിസരത്ത് കൊണ്ടുവന്നാൽ പോലും അഭിഷേകമോ. നമുക്കറിയാം ഒത്തിരി കുഞ്ഞുങ്ങൾ മാർക്ക് കിട്ടുന്നതിൽ പഠിക്കുന്നില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരിയേറെ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ആഗ്രഹം കൊണ്ടൊന്ന് എഴുതി പിടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവര് ഈ ആലത്തിൽ വരുന്ന പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം ഇവരിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ ഈ തടസ്സം മാറുക. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയായിട്ട് നിങ്ങൾക്ക് വരാൻ പറയുന്നതിൻ്റെ കാര്യത നമുക്ക് ദൈവസന്നിധിയിൽ പരിപൂർണമായിട്ടും നമ്മുടെ ശരീരത്തെ മനസ്സിനെ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. കേട്ട വചനങ്ങളിലൂടെ ചെതറിക്കിടക്കുന്ന അസ്ഥികളുടെ താഴ്വര, അത് ഓരോ ഇസ്രായേൽ ഭവനങ്ങളാണ്, പല മനോഭാവങ്ങളിലുള്ള വ്യക്തി ജീവിതങ്ങളാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുടുംബത്തിലെ പല മനോഭാവങ്ങളിലുള്ളവരെല്ലാം നമുക്ക് നിമിഷം സമർപ്പിക്കാം. ജീവിത പങ്കാളിക്കൊരു വിശ്വാസം, മറ്റ് ഭർത്താവിനൊരു വിശ്വാസം, ഭാര്യയ്ക്ക് വേറൊരു വിശ്വാസം, ചില അന്ധവിശ്വാസങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ട് മാറ്റപ്പെടണം. ദൈവവചനത്തിൽ ആഴമായിട്ടുള്ള വിശ്വാസം കടന്നു വരണം. അവൻ പറയുന്നത് കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. സ്ത്രീയെ, എനിക്കും നിനക്കും എന്താ? എൻ്റെ സമയമായിട്ടില്ല. സമയമാകാതിരുന്നിട്ട് പോലും ദൈവത്തിൻ്റെ കാരുണ്യം അവരുടെ ജീവിതത്തിൽ, ഭവനത്തിൽ വെളിപ്പെട്ടതിൻ്റെ കാരണം എന്താ? അവൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ട് അതനുസരിച്ചപ്പോൾ സമയത്തിൻ്റെ പൂർണ്ണത ആകുന്നതിന് മുമ്പ് ദൈവമായ കർത്താവ് ആ ഭവനത്തിലെ അപമാനത്തെ എടുത്തു നീക്കിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളുയർത്തി നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നിന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ഏക മനസ്സോടെ ഒന്ന് വിളിക്കാമോ? പരിശുദ്ധി അമ്മയോട് ചേർന്ന് വിളിക്കാമോ? കാൽവരി മലയുടെ നെറുകയിൽ സ്വന്തം മകനെ നമുക്ക് ബലിയായിട്ട് നൽകിക്കൊണ്ട് കാൽവരി മലയുടെ നെറുകയിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ സ്നേഹത്തെ പരിപൂർണമായിട്ട് ക്ഷമിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തികളെയും തിരുവചനത്തിനെതിരായിട്ട് ഞാനും നിങ്ങളും ചെയ്ത അവൻ്റെ ശരീരരക്തത്തിനെതിരായിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപത്തെ മുഴുവനും ഏറ്റെടുക്കുവാൻ തൻ്റെ അരുമസുതൻ്റെ ശരീരത്തെ കാൽവരി മലയുടെ നെറുകയിൽ നമുക്ക് വേണ്ടി ബലിയായിട്ട് നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തിയ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ സ്നേഹമാണ് സഹിയോൻ ഊട്ടുശാലയിൽ അപ്പസ്തോലന്മാരിലൂടെ വെളിപ്പെട്ടതെങ്കിൽ ആ സ്നേഹമാണ് ഇന്ന് തിരുസഭയിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കന്യാമറിയത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ ആ വലിയ ആഴമായ സമർപ്പണമാണ്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ആ സ്നേഹത്തെ ഈശോയെന്ന് വിളിക്കാമോ? അമ്മയോട് ചേർന്നൊന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? നന്ദി. നമുക്ക് കാഴ്ചയായി കൊണ്ടുവരുന്ന സമ്പത്തിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇരുതലമാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം, ഹൃദയത്തിലുള്ള എല്ലാ വികാരങ്ങളെയും നിയോഗങ്ങളെയും എല്ലാം വിവേചിച്ചറിയുന്ന വചനം, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവസ്ഥകളെയും ദൈവത്തിൻ്റെ വചനം വിവേചിച്ചറിയുകയാണ്.
സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും ദൈവത്തിൻ്റെ വചനം വിവേചിച്ചറിയുകയും എല്ലാ രോഗങ്ങളെയും എല്ലാ പീഡകളെയും എല്ലാ തകർച്ചകളെയും എല്ലാം ദൈവത്തിൻ്റെ വചനം വിവേചിച്ചറിയുകയാണ്. ആ വലിയ അഭിഷേകം, ശക്തി ഈ സമർപ്പണത്തിലൂടെ ആബേലിൻ്റെ ആദ്യ ബലിയിൽ ദൈവം സംപ്രീതനായത്, തനിക്കുള്ളതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായതിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറായ ആബേലിൻ്റെ ആദ്യ ബലിയിൽ ദൈവം സംപ്രീതനായി. കായേന് എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ സമർപ്പിച്ചപ്പോൾ കായന്റെ ബലിയിൽ ദൈവം സംപ്രീതനായില്ല. പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ സമർപ്പണം ദൈവസന്നിധിയിലേക്കുള്ള ഒരു വിട്ടുകൊടുപ്പാണ്. ദ്രവ്യാസക്തി, ഹൃദയത്തിൽ സമ്പത്തിനോട് ആസക്തി ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുകൊടുക്കുന്ന ഒരു മണിക്കൂറാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സമർപ്പണത്തിൻ്റെ സമയം. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും നമ്മുടെ ജീവനും എല്ലാം തമ്പുരാന്റെ സന്നിധിയിൽ സൃഷ്ടാവിൻ്റെ കരങ്ങളിലേക്ക് നാം സമർപ്പിക്കുക. അവിടുന്ന് ദാനമായിട്ട് തന്നല്ലാതെ ഒന്നുമില്ല. ശരീരം, ജീവന്, ആത്മാവ് എല്ലാം ദൈവം ദാനമായിട്ട് തന്ന ജീവിത പങ്കാളി, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, നമ്മുടെ വസ്തുവകൾ, ഇതെല്ലാം തമ്പുരാൻ അറിഞ്ഞ് നമുക്ക് തന്നതാ. അല്ലാതെ നമുക്കൊന്നും തന്നെയില്ല. സ്വന്തമെന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെയില്ല. യേശു ദാനമായിട്ട് തന്നതല്ലാതെ മറ്റൊന്നുമില്ല. തമ്പുരാനെ, അതിൻ്റെ ഒരു വിഹിതം നിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ പുത്രനായ യേശുവിൻ്റെ പരിശുദ്ധമായ രക്തത്താൽ ഈ വസ്തുക്കളെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് വസ്തുവകളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, ശരീരത്തിൻ്റെ മേൽ, ആത്മാവിൻ്റെ മേൽ തങ്ങി നിൽക്കുന്ന എല്ലാ അശുദ്ധിയെയും കഴുകി വിശുദ്ധീകരിച്ച് കർത്താവേ, നിന്റെ മഹത്വം ഞങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സാമ്പത്തിക മേഖലയിൽ ദൈവത്തിൻ്റെ മഹത്വം, ശാരീരികമായ അവസ്ഥകളിലോ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി മുഴുവൻ സമ്പത്തിനെയും ദൈവം സ്ഥാനമായി തന്നിരിക്കുന്ന ആത്മീയവും ഭൗതികമായ എല്ലാ മേഖലയെയും ഇന്ന് ഈ ദേവാലയത്തിൽ നിൽക്കാൻ ദൈവം തന്നിരിക്കുന്ന ഈ അവസരത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടന്നു വന്ന ഈ മണിക്കൂറുകളെ എല്ലാം ഓർത്ത് തലമുറകളിലേക്ക് ദൈവം ചൊരിയുന്ന എല്ലാ കാരുണ്യത്തെയും ഓർത്തുകൊണ്ട് തലമുറകളിലേക്ക് ദൈവം വർഷിക്കുന്ന വലിയ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോൾ മുതൽ സകല തലമുറകളും നിന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ ഇതാ വലിയ കാര്യം ചെയ്തിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഒന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? പോരാന്ന് സ്വരമുയർത്തി വിളിക്കാമോ? കുഞ്ഞുമക്കൾ വിളിക്കാമോ? യുവതി യുവാക്കന്മാർ വിളിക്കാമോ? മാതാപിതാക്കൾ വിളിക്കാമോ? സഹോദരി സഹോദരന്മാർ വിളിക്കാമോ? സന്യസ്തരെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? യേശുവേ നന്ദി. നമുക്ക് ആഴ്ചയെ കൊണ്ട് സമ്പത്തിനെ സമർപ്പിക്കാം. ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. മണ്ണിൽ വിജയം നേടിടുവാൻ മാനവഹൃദയം തുറക്കുവാൻ അഭിഷേകം ചെയ്തു നിന്നെ വേർതിരിച്ചു ഞാൻ. മണ്ണിൽ വിജയം നേടിടുവാൻ മാനവഹൃദയം തുറക്കുവാൻ അഭിഷേകം ചെയ്തു നിന്നെ വേർതിരിച്ചു ഞാൻ. അഭിഷേകം ചെയ്തു നിന്നെ വേർതിരിച്ചു ഞാൻ.
മുൻപേ പോകാം ഞാൻ, മലകൾ നിരപ്പാക്കാം, പിച്ചളവാതിലുകൾ തകർക്കാം, ഓടാമ്പലുകൾ ഒടിക്കാം. നിനക്ക് മുൻപേ പോകാം ഞാൻ, മലകൾ നിരപ്പാക്കാം, പിച്ചളവാതിലുകൾ തകർക്കാം, ഓടാമ്പലുകൾ ഒടിക്കാം. അന്ധകാരത്തിലനിധിയും രഹസ്യമാം ധനശേഖരവും, അന്ധകാരത്തിലനിധിയും രഹസ്യമാം ധനശേഖരവും നിനക്കു ഞാനേകാം, നിന്റെ ദൈവമല്ലോ ഞാൻ. നിനക്കു ഞാനേകാം, നിന്റെ ദൈവമല്ലോ ഞാൻ. കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. എന്റെ ദാസൻ യാക്കോബിനും ഇസ്രായേലിനുമാ പേര് ചൊല്ലി വിളിച്ചു ഞാൻ പിതൃനാമത്തിൽ അനുഗ്രഹമായി. എന്റെ ദാസൻ യാക്കോബിനും ഇസ്രായേലിനുമാ പേര് ചൊല്ലി വിളിച്ചു ഞാൻ പിതൃനാമത്തിൽ അനുഗ്രഹമായി. ഞാനല്ലാതൊരു കർത്താവില്ല, ഞാനല്ലാതൊരു ദൈവമില്ല, ഞാനല്ലാതൊരു കർത്താവില്ല, ഞാനല്ലാതൊരു ദൈവമില്ല. നിന്നെ നയിക്കും ഞാനൊന്നും നീ അറിയുന്നില്ലെന്നാലും, നിന്നെ നയിക്കും ഞാനൊന്നും നീ അറിയുന്നില്ലെന്നാലും, കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. മണ്ണിൽ വിജയം നേടിടുവാൻ മാനവഹൃദയം തുറക്കുവാൻ അഭിഷേകം ചെയ്തു നിന്നെ വേർതിരിച്ചു ഞാൻ, അഭിഷേകം ചെയ്തു നിന്നെ വേർതിരിച്ചു ഞാൻ, അഭിഷേകം ചെയ്തു നിന്നെ വേർതിരിച്ചു ഞാൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കസേര എടുത്ത് ദേവാലയത്തിനുള്ളിലേക്ക് കൊണ്ടിരുന്നുകൊണ്ട് പുറത്തുള്ളവർ അവിടെ നിൽക്കുക. എത്ര സമയം നമ്മൾ സുഖിക്കുമ്പോൾ പുറത്തുള്ളവർ വിഷമിക്കുക. നിങ്ങളൊന്ന് ചിന്തിക്കണം, പുറത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവർക്ക് അവിടെ താഴെ ഇരിക്കാൻ സാധിക്കത്തില്ല. പുറത്ത് ഒരുപറ്റം മക്കൾ വിഷമിക്കുക, അകത്ത് സുഖമായിട്ട് കസേര ഇട്ടിരിക്കുമ്പോൾ പുറത്തുള്ള നമുക്ക് താഴേക്ക് ഇരിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തുമാത്രം ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുമെന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു കൂട്ടർ വിഷമിക്കുന്നു, ഒരു കൂട്ടർ അകത്തിരിക്കുന്നു. അപ്പം അതുകൊണ്ട് കഴിയുന്നത്ര കസേര ദേവാലയത്തിനുള്ളിൽ നമുക്ക് ദേവാലയത്തിനുള്ളിൽ കയറി ഇരിക്കാൻ പറ്റും, പക്ഷെ പുറത്തിരിക്കാൻ പറ്റത്തില്ല. അത് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മളെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന സമയം കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും ഒക്കെ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? രക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, രക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. കെട്ടുകൾ പൊട്ടട്ടെ, എന്റെ കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ,
എന്റെ കെട്ടുകൾ പൊട്ടട്ടെ. കൈകൊട്ടി പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ, കൈകൊട്ടി പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ. ദുഷ്ടൻ വീഴട്ടെ എന്റെ കഷ്ടം മാറട്ടെ, ദുഷ്ടൻ വീഴട്ടെ എന്റെ കഷ്ടം മാറട്ടെ. ദുഷ്ടിപ്പെട്ടുള്ള നിന്നെ വാഴ്ത്തി പാടട്ടെ, ദുഷ്ടിപ്പെട്ടുള്ള നിന്നെ വാഴ്ത്തി പാടട്ടെ. രോഗം മാറട്ടെ തീരാവ്യാധികൾ നീങ്ങട്ടെ, രോഗം മാറട്ടെ തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ, സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. മുട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരിക. ജീവനുള്ള ദൈവം, മറഞ്ഞിരിക്കുന്ന ദൈവം, പരിശുദ്ധ കുർബാനയിൽ അപ്പത്തുണ്ടിനുള്ളിൽ ജീവനുള്ള ദൈവം എനിക്ക് വേണ്ടി മറഞ്ഞിരിക്കുക. ആ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വെളിപ്പെടുക. നമുക്ക് മുട്ടുമേലായിരുന്നു കൊണ്ട് പരിപൂർണമായിട്ടും നമ്മുടെ ജീവിതത്തെ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ